ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ജോക്കുട്ടനും അപ്പയും മുറ്റടിക്കാൻ പോയപ്പോഴത്തേന് ഇന്നലെ പൊട്ടിച്ച പടക്കത്തിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തീയിട്ട് പൊട്ടിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തുണിയൊക്കെ അലക്കിയത് വിരിക്കാൻ പോവാണ്. കുഞ്ഞമ്മ എവിടെയുണ്ട്? കുഞ്ഞമ്മ കാന്താരിമുളക് പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ പടക്കം തീക്കൂനയിലിട്ടിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞപ്പം കുഞ്ഞിയമ്മ അപ്പം കൊണ്ടാക്കാൻ പോവുകയാണേ. അങ്ങനെ കുഞ്ഞിയമ്മ അപ്പയും കൂടെ പോയി കഴിഞ്ഞപ്പം അവരെ വിടാണ്ട് താഴോട്ടിറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പം നമ്മുടെ മാത്തപ്പം കാണിക്കുന്ന പരിപാടി ഇത് പുൽക്കൂടിനകത്ത് വെച്ചിരിക്കുന്ന ചെറിയ കുളം ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം നക്കി കുടിക്കുക. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ മമ്മിയെ തിരക്കാനായിട്ട് മമ്മിയുടെ ആങ്ങള വന്ന അപ്പയുടെ അമ്മാച്ചനായത് കുഞ്ഞച്ചൻ ഞങ്ങൾ വിളിക്കുക കേട്ടോ. അവരിവിടെ അടുത്ത് തന്നെ തച്ചകുന്നേലാണ് താമസിക്കുന്നത്. മമ്മിയുടെ ആങ്ങളയുടെ മോനും ടോമിച്ചൻ, കുഞ്ഞച്ചയുടെ ഇളയ മോനാണ് ടോമിച്ചന്. മൂത്ത ഒരാളൂടെ ഉണ്ട്, ക്രിസ്റ്റി. അപ്പോൾ മമ്മി സർജറി ഒക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേന് മമ്മിയെ തിരക്കാനായിട്ട് കുഞ്ഞച്ചൻ ടോമിച്ചനൂടെ വന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ അവർ വർത്താനം പറയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ സന്ധ്യയായി. ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കോട്ടയം പോയി. എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മയൂരിയിലേക്ക് പോയി. അപ്പോൾ ഇതാണെന്നറിയാലോ നമ്മുടെ സാന്ദ്രയും അമ്മായി മഹിമയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൊച്ചും. അവർക്കൊരു സോഫയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മയൂരി വരെ പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് ലുലു കണ്ടപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്താൽ കേട്ടോ. അങ്ങനെ മയൂരി പോയിട്ട് വന്നു കഴിഞ്ഞപ്പം ഇത് നമ്മുടെ വാഴക്കാല പള്ളിയിൽ ക്രിസ്മസ് പ്രോഗ്രാമായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ പ്രിപ്പയർ ആയിപ്പോയി പാടിയതൊന്നുമല്ല കേട്ടോ. എന്നോട് ജസ്റ്റ് കയറി പാടണം എന്ന് അപ്പം തന്നെ അവർ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി ഫോണിൽ നോക്കിയെടുത്ത് അങ്ങ് പാടുക കേട്ടോ. ശരിക്കും എനിക്ക് കോൾഡായിരുന്നു, ഒച്ചയടപ്പ്, മൂക്കാണ് അടഞ്ഞിരിക്കുകയായിരുന്നു, കൂട്ടത്തിൽ ചുമയും. എങ്ങനെയൊക്കെയോ പാടി ഒപ്പിച്ചെന്ന് പറയാം. അത് കാരണം അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല, ഇടയ്ക്ക് വെള്ളിയൊക്കെ വീണു. എന്ന് പറഞ്ഞാലും പാടാൻ പറഞ്ഞപ്പം നമ്മൾ മടിച്ചിരിക്കാൻ പാടില്ലല്ലോ, നേരെ കയറി അങ്ങ് നിന്ന് പാടി. പക്ഷേ പാടി കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ലായിരുന്നു, നന്നായിട്ട് പാടി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അച്ഛനും പ്രോത്സാഹിപ്പിച്ച് കേട്ടോ. എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ പാത്തിരുന്നാൽ പറ്റുകയില്ല, പാടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അച്ഛനും വന്നു. എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഇടയ്ക്ക് വെള്ളി വീണപ്പം എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ സാരമില്ല, നമ്മുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം അല്ലേ, പ്രശ്നമില്ല.
അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.